റാങ്ക് പെയിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ എത്തിക്സിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് VLSI സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ആൻഡ് അതിന്റെ സബ്ജക്ട് കോഡ് വന്നിട്ട് ECT 304 ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ബേസിക്കലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. നിങ്ങളിപ്പോ എന്താ പറയാ 6-ലെത്തി, സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരിക. ഞാൻ പിന്നെയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് സ്പ്ലിറ്റപ്പും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ ഓരോ മൊഡ്യൂളും എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതിന് റഫ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് VLSI സർക്യൂട്ട് ഡിസൈൻ എന്നുള്ളതാണ്. ഇത് VLSI സർക്യൂട്ട് ഡിസൈനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ സബ്ജക്ട് പഠിച്ച് തുടങ്ങുന്നതിന്റെ മുന്നേ കുറച്ച് ജനറൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിലേക്കുള്ള ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമും അതുപോലെ ഇന്റേണൽ എക്സാമും കൂടെയുള്ള ആ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ 150 മാർക്സിനാണ് എക്സാം വരുന്നത്. അതില് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ CIE എന്ന് പറയുന്നത് 50 മാർക്സിനാണ്. അതായത് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്. ഇത് നിങ്ങളുടെ സബ്ജക്ട് എടുക്കുന്നത് ഏത് ടീച്ചറാണോ കോളേജിൽ, ആ മിസ്സാണ് ഈ ഒരു കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എത്ര നിങ്ങൾക്ക് കിട്ടുക അല്ലെ, അത് 50 മാർക്സിനാണ്. ആൻഡ് ബാക്കി ഈ എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ 100 മാർക്സ് വരുന്നത്, അതായത് പകുതിയിലധികം മാർക്കും വരുന്നത് 100 മാർക്സും വരുന്നത് എൻ സെമസ്റ്റർ എക്സാമിനേഷനിൽ നിന്നാണ്. ഇതെവിടുന്ന കിട്ടുക? നിങ്ങൾ പഠിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതുന്ന ആ ഒരു മാർക്കാണ്. ആൻഡ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം എന്ന് പറയുന്നത് 3 hours ആണ് നിങ്ങളുടെ എക്സാം ഡ്യൂറേഷൻ ഈ ഒരു VLSI സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന ഈ പേപ്പറിന്റെ. ആൻഡ് ഇനി നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ് ആ ഒരു 50 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ 10 മാർക്സ് എന്ന് പറയുന്നത് അറ്റൻഡൻസിനാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഡെയിലി പോവുക, അറ്റൻഡൻസ് ഇത്ര പെർസെന്റേജിന്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫുൾ മാർക്ക് ടീച്ചേഴ്സ് തരും. അപ്പൊ അതനുസരിച്ചൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. സോ ആ 10 മാർക്സ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ ഏതാ കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ്. നമുക്ക് 2 സീരീസ് ടെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലെ, 2 സീരീസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആ ഒരു സീരീസ് ടെസ്റ്റിന്റെ മാർക്ക് 25ലേക്ക് നോർമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു 25 മാർക്സ് കിട്ടുക. സോ 25 + 10 മാർക്സ് = 35 മാർക്സ് നമുക്ക് അവിടെ തന്നെ കിട്ടി. പിന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് അസൈൻമെന്റ് തരുമ്പോൾ അത് കറക്റ്റ് ടൈമിൽ വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു 15 മാർക്സും കൂടെ കറക്റ്റ് കണ്ടന്റ് എഴുതിയിട്ട് പ്രോപ്പർലി ആ ഒരു അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 15 മാർക്സും കിട്ടും. അങ്ങനെ ടോട്ടൽ 50 മാർക്സ് നമുക്ക് ഇവിടെ തന്നെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 15 മാർക്സും ഈ 10 മാർക്സും 25 മാർക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം അല്ലെ. പിന്നെ ഈ 25 മാർക്സ് അത് നമ്മൾ നമ്മുടെ ക്ലാസ് പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 25 മാർക്സും കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇന്റേണൽ മാർക്ക് 50 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മുടെ എൻ സെമസ്റ്റർ മാർക്സ് ഒന്നും. ഓക്കെ, അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ഒരു ഷെഡ്യൂളിൽ മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ എൻ സെമസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരുന്നത് ടോട്ടൽ 100 മാർക്സിനാണെന്ന് പറഞ്ഞു. 3 hours ആണ് എക്സാം വരുന്നത്. ആൻഡ് അതിൽ എന്താ 2 പാർട്സ് ആണുള്ളത്. പാർട്ട് A ആൻഡ് പാർട്ട് B ആണ് നമ്മുടെ എക്സാമിനേഷനിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പാർട്ട് എയിൽ എന്ന് പറയുമ്പോൾ എന്താ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഓരോ മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ പാർട്ട് A contains 10 questions, 2 questions from each module. ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് ഉണ്ട്? 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 3 മാർക്സ് ക്വസ്റ്റ്യന്റെ വരുന്നത് പാർട്ട് എയിലാണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി പാർട്ട് ബിയിലാണെങ്കിലോ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കാ? 14 മാർക്ക് ഉണ്ടാവും. 2 സബ് ഡിവിഷൻസ് വരെ ആവാം. നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും A, B എന്ന സബ് പാർട്ട്. അപ്പൊ മാക്സിമം 2 സബ് ഡിവിഷൻസ് വരെ ക്വസ്റ്റ്യന് വരാം. ആൻഡ് ടോട്ടലി 14 മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഓരോ മൊഡ്യൂളിനും ഓരോ ക്വസ്റ്റ്യൻ വീതമായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ 14 മാർക്സ് ഓരോ ക്വസ്റ്റ്യന് വീതം നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. അങ്ങനെ ടോട്ടൽ 100 മാർക്സിനാണ് ഈ എക്സാം വരുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി കുറെ എക്സാംസ് എഴുതിയിട്ട് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. 2019 സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഇത്. ഇനി നമുക്ക് ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാർക്ക് പാറ്റേൺസ് ആസ് പെർ ദി സിലബസ്.
75% ഫോർ തിയറി ആൻഡ് 25% ഫോർ ന്യൂമറിക്കൽ പ്രോബ്ലം. അതായത് ഈ ഒരു VLSI സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ 75% ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി 25% വരുന്നത് ലോജിക്കൽ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അതായത് 25 മാർക്കിന് 100 മാർക്കിൽ 75 മാർക്കും നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ളതാണ്. 75 മാർക്സും തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി 25 മാർക്സിനാണ് നമുക്ക് ലോജിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. നമുക്ക് ഇതിൽ അധികവും ലോജിക്കൽ ആയിട്ട് കുറച്ച് ഡിസൈൻസ് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് മൊഡ്യൂൾ 1 എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? VLSI ഡിസൈൻ മെത്തഡോളജീസ് ആണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര്. അതിൽ എന്താണ് മൂർസ് ലോ എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മൂർസ് ലോ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അസിക് ഡിസൈൻ, അസിക് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. അപ്പൊ ഈ VLSI എന്ന് പറഞ്ഞാൽ എന്താ? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. ആൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസിക്കലി ഒരു ചിപ്പിനകത്തേക്ക് നമ്മുടെ ഒരു ഫുൾ സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതാണ് നമ്മുടെ എന്താ VLSI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സൈസ് കുറച്ച് എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മൂർസ് ലോ എന്താണ് നമുക്ക് നോക്കാം. അസിക്, അസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ ഞാൻ പറഞ്ഞത്? അസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ application specific integrated circuits. അപ്പോൾ ഒരു IC ചിപ്പിന്റെ ഫാബ്രിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു IC ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അപ്ലിക്കേഷൻ സ്പെസിഫിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസൈനിങ് പ്രോസസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് നമുക്ക് അസിക്സിനെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ കസ്റ്റം, ബേസിക് ഡിവിഷൻ ആണ് ഫുൾ കസ്റ്റം, സെമി കസ്റ്റം, ആൻഡ് പ്രോഗ്രാമബിൾ. ഇങ്ങനെ 3 ഡിവിഷൻ ആണ് ഉള്ളത്. അതിൽ ഫുൾ കസ്റ്റം അസിക്സ് എന്താന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സെമി കസ്റ്റം അസിക്സിൽ വരുന്ന 2 എണ്ണമാണ് സ്റ്റാൻഡേർഡ് സെൽ ബേസ്ഡ് അസിക്കും ഗേറ്റ് അറേ ബേസ്ഡ് അസിക്കും. അപ്പൊ അതില് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അതിൽ തന്നെ നമുക്ക് ഗേറ്റ് അറേ ബേസ്ഡ് അസിക്സിൽ 3 ടൈപ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ സെക്ഷനിൽ കവർ ചെയ്യും. ആൻഡ് അതുപോലെ നമുക്ക് SOC, സിസ്റ്റം ഓൺ ചിപ്പ്, ഒരു ഫുൾ സിസ്റ്റത്തിനെ ഒരു ചിപ്പിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക. സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കും. ഇനി FPGA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ ആണ്. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെന്താ? FPGA ഡിവൈസസ്, FPGA എന്താണ്? FPGA ഡിവൈസസ്. പിന്നെ ഇതിന്റെ ഡിസൈൻ ഫ്ലോ എങ്ങനെയാണ് ഈ 2 ഡിസൈനും വരുന്നത്? അസിക് ഡിസൈൻ, FPGA ഡിസൈൻ വരുന്നത്. അതിന് എന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡിസൈൻ ഫ്ലോയിൽ നോക്കും. ഇനി 2 മെത്തഡോളജീസ് ആണ് പഠിക്കാനുള്ളത്. ടോപ്പ് ടു ബോട്ടമും ബോട്ടം ടു ടോപ്പും. ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് അതുപോലെ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിസൈൻ. ലോജിക്കൽ ഡിസൈനിങ് എന്താണ്, ഫിസിക്കൽ ഡിസൈനിങ് എന്താണ്, അതിന് കുറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെന്താണ്? VLSI സർക്യൂട്ട് ഡിസൈനിൽ വരുന്ന സ്പീഡ് പവറും ഏരിയ കൺസിഡറേഷനും. ഏരിയ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഏരിയയും ഈ സ്പീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി മൊഡ്യൂൾ 2 വന്നിട്ട് നമുക്ക് കുറച്ച് CMOS ലോജിക് ഡിസൈനിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് CMOS ലോജിക് ഡിസൈൻ. അതില് MOSFET ലോജിക് ഡിസൈൻ, NMOS ഇൻവെർട്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ NMOS ഇൻവെർട്ടർ എങ്ങനെയാണ്, അതർ ബേസിക് ഗേറ്റ്സ്. ബേസിക് ഗേറ്റ്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാലേ? ഏതൊക്കെയായിരുന്നു ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്? നോട്ട്, ആൻഡ്, ഓർ, നാൻഡ്, നോർ തുടങ്ങിയിട്ടുള്ള ബേസിക് ഗേറ്റ്സ് പഠിക്കാനുണ്ട് യൂസിങ് MOSFET. ഓക്കെ, ഇനി CMOS ലോജിക്, സ്റ്റാറ്റിക് ആൻഡ് ട്രാൻസിയന്റ് അനാലിസിസ് യൂസിങ് CMOS ഇൻവെർട്ടർ.
എന്താണ് CMOS ലോജിക്? CMOS എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കോംപ്ലിമെന്ററി മോസ്ഫെറ്റ്. CMOS എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് ആണ്. ഈ CMOS ലോജിക് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ആൻഡ് സ്വിച്ചിങ് ആൻഡ് പവർ ഡിസിപ്പേഷൻ ഡിലേസ് എന്താണെന്ന് റിയലൈസേഷൻ ഓഫ് ലോജിക് ഫങ്ഷൻസ് വിത്ത് സ്റ്റാറ്റിക് CMOS ലോജിക്. സ്റ്റാറ്റിക് CMOS ലോജിക് വെച്ചിട്ട് നമ്മുടെ ഈ ബേസിക് ഗേറ്റുകളായിട്ടുള്ള ഈ ഗേറ്റ്സിന്റെ ഒക്കെ ലോജിക് ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആൻഡ് അതുപോലെ വേറൊരു ട്രാൻസിസ്റ്റർ ലോജിക് ആണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക് ആൻഡ് അതുപോലെ ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്. ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഈ ബേസിക് ഗേറ്റ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് ലോജിക് ടൈപ്സ് ആണ്. ഓക്കെ, നമ്മൾ നോർമലി ഗേറ്റുകളൊക്കെ ഇങ്ങനെയല്ലേ വരയ്ക്കുക, പക്ഷെ സോറി ഇങ്ങനെയൊക്കെയാണ് ഗേറ്റ് വരയ്ക്കുക അല്ലെ, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. പക്ഷെ നമ്മള് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് CMOS കോംപ്ലിമെന്ററി മോസ്ഫെറ്റ് വെച്ചിട്ട് അതുപോലെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ചിട്ട് ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക് വെച്ചിട്ട് അതിനൊക്കെ ഓരോ ഡിസൈൻ മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു ഓരോ ഗേറ്റ്സിന്റെയും ഡിസൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൊഡ്യൂൾ 3 വന്നിട്ട് ഡൈനാമിക് ലോജിക് ഡിസൈൻ ആൻഡ് സ്റ്റോറേജ് സെൽസ്. അപ്പൊ ഡൈനാമിക് ലോജിക് ഡിസൈൻസ് ഇവിടെ പറഞ്ഞത് സ്റ്റാറ്റിക് CMOS ലോജിക് ഡിസൈൻ ആണ്. ഇനി ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഡൈനാമിക് ലോജിക് ഡിസൈൻസ് പഠിക്കാനുണ്ട്. ഡൈനാമിക് ലോജിക് ഡിസൈൻസ്, പ്രീ ചാർജ്, ഇവാലുവേറ്റ് ലോജിക്, ഈ രണ്ട് ലോജിക് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഡൊമിനോ ലോജിക്, NP ഡൊമിനോ ലോജിക്, ഇതൊക്കെ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അടുത്തൊരു സെക്ഷൻ വരുന്നത് സ്റ്റോറേജ് സെൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് സ്റ്റോറേജ് എലമെന്റ്സ് എന്ന് പറയുന്നത്. റാമും റോമും ഉണ്ട്. സോ റാമിനെ പറ്റിയിട്ടും റോമിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, 4x4 മോസ് റോം സെൽ അറേ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഓർ വെച്ചിട്ട് നോർ വെച്ചിട്ട് നാൻഡ് വെച്ചിട്ട്. അതുപോലെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് വെച്ചാൽ റാം വെച്ചിട്ടുള്ള റാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, 6 ട്രാൻസിസ്റ്റർ CMOS SRAM സെൽ യൂസ് ചെയ്തിട്ട്, പിന്നെ 3 ട്രാൻസിസ്റ്റർ ആൻഡ് 1 ട്രാൻസിസ്റ്റർ ഡൈനാമിക് മെമ്മറി സെൽ വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ 3 നമുക്ക് ഡിസൈൻ പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 4 വന്നിട്ട് അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ആണ്. ബേസിക്കലി ഏതൊക്കെ അരിത്തമെറ്റിക് സർക്യൂട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്? ആഡേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? 2 അരിത്തമെറ്റിക് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്, ആഡേഴ്സും മൾട്ടിപ്ലയേഴ്സും. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ലോജിക്സ്, സ്റ്റാറ്റിക് ആഡർ, ക്യാരി ബൈപാസ് ആഡർ, ലീനിയർ ക്യാരി, സെലക്ട് ആഡേഴ്സ്, സ്ക്വയർ റൂട്ട് ക്യാരി ആൻഡ് സെലക്ട് ആഡേഴ്സ്, സ്ക്വയർ റൂട്ട് ക്യാരി, സെലക്ട് ആഡേഴ്സ്. അപ്പൊ ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് ആഡേഴ്സിൽ പഠിക്കാനുള്ളത്. ഇനി അതുപോലെ മൾട്ടിപ്ലയേഴ്സിൽ അറേ മൾട്ടിപ്ലയേഴ്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. ആൻഡ് മൊഡ്യൂൾ 5 വന്നിട്ട് ഇപ്പൊ 3 തന്നെ നമ്മൾ ഓരോരോ ടെക്നിക്കാണ് പഠിച്ചത്. ഓരോ തരത്തിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും മൊഡ്യൂൾ 4 വരെ പഠിക്കുക. ഇനി ഇതിന്റെ ഫാബ്രിക്കേഷൻ പ്രൊസീജിയറും ടെക്നിക്സ് ആണ് ഈ ഒരു മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കാനുള്ളത്. ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ആൻഡ് മോസ്ഫെറ്റ് ഫിസിക്കൽ ഡിസൈൻ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആണ് മൊഡ്യൂൾ 5 വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതൊക്കെ ഓരോ പ്രോസസ് ആട്ടോ. പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഗ്രോത്ത്, വേഫർ പ്രിപ്പറേഷൻ, തെർമൽ ഓക്സിഡേഷൻ, ഡിഫ്യൂഷൻ, എപ്പിടാക്സി, ലിത്തോഗ്രഫി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഫാബ്രിക്കേഷൻ ടെക്നിക്കിന്റെ ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? VLSIന്റെ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിയൽ ലൈഫ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക്കേഷനിൽ വരുന്ന പ്രോസസ്സുകളാണ് ഈ മൊഡ്യൂളിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി മോസ്ഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നിക്ക്, ട്വിൻ ടബ് ഫാബ്രിക്കേഷൻ സീക്വൻസ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കൂട്ടോ. ആൻഡ് അതുപോലെ ലേഔട്ട് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള ലേഔട്ട് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലേഔട്ട് ഡിസൈൻ ആൻഡ് ഡിസൈൻ റൂൾസ് പഠിക്കാനുണ്ട്. സ്റ്റിക്ക് ഡയഗ്രാം, ഡിസൈൻ റൂൾസ് ഫോർ മാക്രോൺ റൂൾസ്, അതുപോലെ ലാംഡ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ആണ്. ബേസിക്കലി VLSI സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഒരു ബൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഈ VLSI സർക്യൂട്ട് ഡിസൈൻ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ള ഒരാൾക്ക് നമുക്ക് വേരിയസ് ചിപ്പ് ഡിസൈനിങ് കമ്പനീസ് അറിയാം അല്ലെ. എല്ലാം ഇന്നിപ്പോ ചിപ്പിലാണ് ഓടുന്നത്. ഹോം ഓട്ടോമേഷനും എല്ലാം നമുക്ക് ചിപ്പിലാണ് ഓടുന്നത്. അപ്പൊ നമുക്ക് വേരിയസ് ചിപ്പ് ഡിസൈനിങ് കമ്പനീസ് അറിയാം. ഇന്റൽ, AMD തുടങ്ങിയിട്ടുള്ള വേരിയസ് ചിപ്പ് ഡിസൈനിങ് കമ്പനീസ് അറിയാം. ഓക്കെ, അപ്പൊ ഈ ചിപ്പ് ഡിസൈനിങ് കമ്പനീസിലൊക്കെ
നമുക്ക് വേക്കൻസീസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നതോടുകൂടി. പിന്നെന്താ, എംബഡഡ് സിസ്റ്റം ഇൻഡസ്ട്രിയിൽ, അതുപോലെ കസ്റ്റമർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ, ഇതിലൊക്കെ ഓരോ സിസ്റ്റം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു VLSI ഡിസൈൻ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവിടേക്ക് ആ ഏരിയയിലൊക്കെ നമുക്ക് ജോബ് കിട്ടുന്നതാണ്. ഇനി അടുത്തത് സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ വന്നിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1, 2 and 4 നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സർക്യൂട്ട് VLSI ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഒരു സർക്യൂട്ട് ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ മൊഡ്യൂളിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ അനാലിസിസ്, ഒപ്റ്റിമൈസ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ലൈക്ക് ഗേറ്റ്സ്, ആഡേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ് അറ്റ് ദി ട്രാൻസിസ്റ്റർ ലെവൽ, ഹൈ സ്പീഡ് പെർഫോമൻസ് ആൻഡ് ലോ പവർ കൺസംഷനിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫിസിക്കൽ ഡിസൈൻ ആൻഡ് ലേഔട്ട്, ട്രാൻസ്ലേറ്റ് സർക്യൂട്ട് സ്കിമാറ്റിക് ഇൻറ്റു മാനുഫാക്ചറബിൾ ഫിസിക്കൽ റെപ്രസെന്റേഷൻ അഥവാ ലേഔട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഫിസിക്കൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ് എ ചിപ്പ് വെർ അദറിംഗ് ആൻഡ് സ്ട്രിംഗന്റ് ഡിസൈൻ റൂൾസ് ലൈക്ക് ലാംഡ റൂള് തുടങ്ങിയിട്ടുള്ള റൂൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലാ പഠിക്കാൻ, മൊഡ്യൂൾ 3 പഠിക്കുന്നതോടുകൂടി നമുക്കൊരു ലേ ഔട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ലേ ഔട്ട് എങ്ങനെയാണ് ഫിസിക്കൽ ഡിസൈനിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ലേ ഔട്ട് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിന്റെ വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സിസ്റ്റം ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മൊഡ്യൂൾ 4 പഠിക്കും. ആൻഡ് ടൈമിംഗ് ആൻഡ് പവർ അനാലിസിസ് ഒക്കെ നമ്മൾ മൊഡ്യൂൾ 2 4 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇനി അടുത്തത് ഡിസൈൻ ഫോർ ടെസ്റ്റബിലിറ്റി, ഇൻകോർപ്പറേറ്റ് സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ ഇൻ ടു ഡിസൈൻ ടു allow for comprehensive testing and debugging of the chip after it has been manufactured, ensuring high yield and reliability. എങ്ങനെയാണ് ഡിസൈൻ ഫോർ ടെസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ചിപ്പ് ഫുൾ മാനുഫാക്ചറിങ് പ്രോസസ് കഴിഞ്ഞിട്ട് അത് റിലയബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. മൊഡ്യൂൾ 5 പഠിക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. സോ അതും ഈ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു എല്ലാ മൊഡ്യൂളും കൂടി പഠിക്കുന്നതോടുകൂടി നമുക്ക് സ്വന്തമായിട്ടൊരു ഓൺ ചിപ്പ് സംഭവങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജ് ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് VLSI എന്ന് പറയുന്നത്. ഇത് വളരെ ഡെവലപ്മെന്റ്സ് ഡേ ടു ഡേ ലൈഫിലായിക്കോട്ടെ, എന്ത് അപ്ലിക്കേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിന്റെ ഒരു വൈഡ് റേഞ്ച് എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ. സോ ഈ ഒരു സബ്ജക്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതാണ് ഇതിന്റെ ബേസ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ആ ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന്റെ വലിയൊരു ഭൂമിയിലേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.